വാർഷിക ആഘോഷത്തിന്റെ നിറവിൽ മുടിക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 2025 ജനുവരി 1 മുതൽ 15 വരെയാണ് ആഘോഷ പരിപാടികൾ നടക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 2025 ജനുവരി 1 വൈകിട്ട് 4:30 ആരംഭിക്കുന്ന വിളംബര ജാഥയോടെ പരിപാടികൾക്ക് തുടക്കം കുറിക്കും. തുടർന്നുള്ള ദിവസങ്ങളിലും നിരവധി ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. MLA PV ശ്രീനിജന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച 3 കോടി രൂപ ചിലവിൽ നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കും. സ്കൂൾ ഗ്രൗണ്ടിൽ ഫ്ലഡ് ലൈറ്റുകളും സ്ഥാപിച്ചു കഴിഞ്ഞു. കുട്ടികൾക്കായുള്ള ടോയ്ലറ്റ് ബ്ലോക്ക് സമർപ്പണം നടന്നു. കൂടാതെ ഓപ്പൺ ജിം, പെൺകുട്ടികൾക്കായുള്ള ഷീ ജിം എന്നിവയും പ്രയോജനകരമായി മുന്നോട്ടു പോകുന്നു. വിദ്യാർത്ഥികൾക്ക് സ്കൂളിലെത്താൻ MP ബെന്നി ബെഹനാൻ MP ഫണ്ടിൽ നിന്ന് സ്കൂൾ ബസ് അനുവദിക്കുമെന്ന് അറിയിച്ചതായി സംരക്ഷണ സമിതി ചെയർമാൻ മമ്മി സെഞ്ചുറി അറിയിച്ചു. 1921 മുടിക്കലിലെ പൗരപ്രമുഖനായിരുന്ന ശ്രീ PKP കൊച്ചുണ്ണിപ്പിള്ള അവർ തൻ്റെ സ്വന്തം മാനേജ്മെൻറ്റിൽ തുടങ്ങിയ സ്കൂളാണ് മുടിക്കൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളായി ഇന്ന് പ്രവർത്തിക്കുന്നത്. അന്ന് അദ്ദേഹം LP സ്കൂളായിട്ട് തുടങ്ങുകയും പിന്നീട് അത് ഗവൺമെൻറ്റിലേക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തു. അതിനുശേഷം അത് UP സ്കൂളായി പിന്നീട് 1988 ഹൈസ്കൂളായി മാറി. അതിനുശേഷം 2014 +2 തുടങ്ങി. അങ്ങനെ +2 വിദ്യാഭ്യാസം വരെ ഇന്നവിടെ ഉണ്ട്. ജനുവരി 1 മുതൽ 14 വരെയാണ് ഈ ഉത്സവകാലം മുടിക്കലിൽ നടക്കുന്നത്. മുടിക്കലിലെയും പരിസര പ്രദേശങ്ങളിലെയും വല്ലം, തണ്ടക്കാട്, മഞ്ഞപ്പെട്ടി, മാറപ്പള്ളി തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളിലെയും കുട്ടികൾ പഠിച്ചിരുന്ന സ്കൂളായിരുന്നു മുടിക്കൽ ഗവൺമെൻറ് സ്കൂൾ. അന്ന് ഇതുപോലെ നിരവധി സ്കൂളുകൾ ഇല്ലാത്തൊരു കാലമാണ്. 100 വർഷങ്ങൾക്ക് മുമ്പ് എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാം, കിലോമീറ്ററുകൾ നടന്നുകൊണ്ടാണ് എല്ലാവരും സ്കൂളിൽ പോയിരുന്നത്. ഞാനൊക്കെ ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂളിലേക്ക് ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് വരുന്നത് നടന്നൊക്കെ വന്നിട്ടുണ്ടെന്ന് ആ കാലഘട്ടത്തിൽ. പിന്നീട് ഞങ്ങൾക്ക് സ്റ്റുഡൻസ് ബസ്സൊക്കെ ആയെങ്കിലും ആദ്യം വന്നത് നടന്നാണ് വന്നത്. ഇന്ന് വീടിൻ്റെ മുറ്റത്ത് നിന്ന് സ്കൂളിലേക്ക് പോകാൻ ഒരുപാട് സൗകര്യങ്ങൾ, ബസ്സുകൾ വീടിൻ്റെ മുറ്റത്ത് വരും. കുട്ടികളൊക്കെ ബസ്സിലാണ് പോകുന്നത്. 8-10 കിലോമീറ്റർ നടന്നാണ് അന്ന് മുടിക്കൽ സ്കൂളിലേക്ക് ആളുകൾ എത്തുന്നത്. എൻ്റെ വീടിൻ്റെ ഒരു മതിലാണ് സ്കൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്കൂളിൻ്റെ എല്ലാ ചരിത്രങ്ങളും അന്ന് മുതൽ ഏതാണ്ട് ഒരു 55 വർഷം മുമ്പുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മയിൽ വരുന്നുണ്ട്. പക്ഷേ ഈ വർഷം മുതൽ ഒരു ഹൈടെക് ലെവലിൽ തന്നെ ഒരു AC ക്ലാസ് റൂമോട് കൂടി LKG ആരംഭിക്കുവാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ 1 മുതൽ 14 വരെ ഒരു ഈ 100ാം വാർഷികം ആഘോഷം നടക്കുകയാണ്. ഓർമ്മക്കൂട് 100 എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ അതിനോട് ഏറ്റവും അധികം സഹകരിക്കുന്ന ഒരു സ്ഥിതിയാണെന്നുള്ളത്. അപ്പോൾ ഈ വാർഷിക ആഘോഷത്തിനും അതുപോലെ തന്നെ ഈ LKG UKG തുടങ്ങുന്ന ഈ പരിപാടിക്കും നിങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണം ഞങ്ങൾക്ക് ആവശ്യമാണ്. ജനറൽ കൺവീനർ മുഹമ്മദ് കുഞ്ഞുമൂച്ചേത്ത്, സെക്രട്ടറി ജബാർ ജലാൽ, ഗ്രാമപഞ്ചായത്ത് അംഗം ഷുക്കൂർ പാലത്തിങ്കൽ, ഫൈനാൻസ് കമ്മിറ്റി ചെയർമാൻ റഹീം എവറസ്റ്റ്, പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ സലീം വാണിയക്കാടൻ, റിസപ്ഷൻ കമ്മിറ്റി ചെയർമാൻ MM നജീബ്, റിസപ്ഷൻ കമ്മിറ്റി കൺവീനർ KA നൌഷാദ് മാസ്റ്റർ, പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ സലീം പുത്തുക്കാടൻ, PTA പ്രസിഡന്റ് നിഷാദ് പാലത്തിങ്കൽ, ട്രഷറർ മുനവർ MA, വൈസ് ചെയർമാൻ അബ്ബാസ് കടവിൽ, വോളണ്ടിയർ വിംഗ് കൺവീനർ സഹദ് ചേരുമുടൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.